ലേക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വന്നത് നമ്മുടെ യുവാക്കളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എനിക്ക് കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ 2000 മുതൽ ജനിച്ച കുറേ യുവാക്കൾ കല്യാണം കഴിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്നുമല്ല, അവർക്ക് പേടിയാണ്. കാരണം കല്യാണം ഒരു ദിവസം കൊണ്ട് കഴിക്കും. അതിൻ്റെ ഇടയിൽ ആർഭാടുണ്ട്. മഞ്ഞ കല്യാണം, കല്യാണം, ചുവപ്പ് കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പറയാം, ഒരുപാട് കല്യാണമുണ്ട്. അതിൽ എന്തിനാണ് എനിക്ക് ചോദിക്കാനുള്ള ആണ് വീട്ടുകാരായാലും പെണ്ണ് വീട്ടുകാരായാലും നമ്മുടെ നാട്ടിലും അന്യനാട്ടിലും ഭക്ഷണമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ, വീടില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, നമ്മൾ രോഗികളായ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഒരു കല്യാണം കഴിക്കുന്നത് ശരിയല്ല. അത് നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ പോരെ. ഇങ്ങനെ മഞ്ഞ കല്യാണം, മറ്റുള്ള കല്യാണം എന്തിനാ മക്കളെ കഴിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാ? ആ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ളവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട് അനാദിയായിട്ടുള്ള ഓരോ നാടുകളിൽ. അവരെ പറ്റി നമ്മൾ ഓർക്കുന്നുണ്ട്. നമുക്ക് പഠിച്ചിട്ടില്ല പൈസ തരുന്നു അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പൈസ ആർഭാടത്തിന് നമ്മൾ ചിലവഴിക്കണം. നമ്മൾ ഭക്ഷണം കൊടുക്കണം, ഒരു ദിവസം നല്ല ഭക്ഷണം കൊടുക്കണം. അതിലെനിക്ക് സന്തോഷമാണ്. പക്ഷേങ്കിൽ ഈ ആൺകുട്ടികൾ തന്നെ കല്യാണം കഴിപ്പിക്കണം. അതുപോലെ പൈസ കൊണ്ടാണ് ആൺകുട്ടികൾ. പിന്നെ പേരൻസുകൾ, മാതാപിതാക്കളടുത്തെല്ലാം അവരെ അച്ഛൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തെല്ലാം പൈസ ഉണ്ടെങ്കിൽ അവർ കഴിക്കുമായിരിക്കും. പക്ഷെങ്കിൽ അധികം ആൾക്കാരും അവരെ ഒരു പണിയെടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം പെണ്ണിൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ എല്ലാവരും കഴിച്ചു കൂട്ടിക്കൊടുക്കും. എല്ലാവരും കഴിച്ചു കൂട്ടിക്കൊടുക്കുന്നല്ല, അവരെ ഫാമിലിയിൽ തന്നെ കഴിയൂ. പക്ഷേങ്കിൽ ആൺകുട്ടി മാത്രം ഇതിന് എടുക്കണം. അത് അപ്പോൾ ആൺകുട്ടീൻ്റെ ഞാൻ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അവന് എല്ലാ കാര്യവും ചെയ്യണ്ടേ. അവർക്കൊരു കൈക്കെട്ടൽ കൊടുക്കുന്നത് നല്ല, ഓരോരുത്തർക്കൊരു ഡ്രസ്സ് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെങ്കിൽ ഇന്നത്തെ സ്വർണത്തിന് എന്താ വില? സ്വർണം മഹർ നിങ്ങൾ പറയുന്നില്ലേ, ആൺകുട്ടിക്ക് സ്വർണം കൊടുക്കരുത്, സ്ത്രീധനം വാങ്ങരുത്. എനിക്ക് പറയാനുള്ള ഈ ആൺകുട്ടികൾ, അതായത് ഈ ആൺകുട്ടികൾ എത്ര കൊടുക്കണം? 5 പവൻ്റെ കുറഞ്ഞിട്ട് ഏതെങ്കിലും ആൺകുട്ടികൾ വെക്കുന്നുണ്ടോ? 10 പവനല്ലേ ഇപ്പം വെക്കുന്നത്. അതിന് പൈസ എത്രയാണ്? 13 ലക്ഷം റുപ്യോളാവും. അതിൻ്റെ കൂലി ആർഭാടമായുള്ള പേഷ്യൻസിലാണ് കൊടുക്കുന്നത്. അപ്പം അത് പൈസ അല്ലേ, അത് സ്ത്രീധനത്തിൽ പെടൂലെന്നല്ലേ ഉള്ളൂ. അതും പൈസ തന്നെയല്ലേ. അത് വെറുതെ ഫ്രീ ആയിട്ട് ആരോ കൊടുക്കുന്നതാണ്. അത് ഈ ആൺകുട്ടി ഉണ്ടാക്കിക്കൊണ്ട്. എനിക്ക് പറയാനുള്ളത് ആൺകുട്ടികളോട്, ഇതൊക്കെ ആർഭാട ചിലവാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമുക്ക് കഴിയുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഏത് മതത്തിലായാലും കഴിക്കുക. എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്ന പോലെ അല്ല ലോകം. നമ്മൾ കാണുന്ന ലോകമല്ല ലോകം. ഈ ലോകത്ത് ആൺകുട്ടികൾ വിഷമിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കില്ല, ഒരു കുട്ടിയും തിരിഞ്ഞു നോക്കില്ല. കല്യാണത്തിൻ്റെ ആർഭാടങ്ങൾ ഉറക്കും. ഇത് 2ാം ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. കല്യാണം കഴിക്കുന്നതാണ് എനിക്കധികം പറയാനുള്ളത്. ഒരു സെറ്റാകുന്നവരെ ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം.
ഉം. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ അത് കമൻറ്റ് ചെയ്യും. ഇസ്ലാമിൽ കല്യാണം കഴിക്കാൻ നിർബന്ധമായിട്ട്. ഓക്കെ, ബൈ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.